ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 16. കവീന്ദ്രാണാം ചേദഃ കമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കതിചിദരുണാമേവ ഭവതീം വിരിഞ്ചിപ്രേയസ്യാഃ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദധതി സതാം രഞ്ജനമമീ. കവിശ്രേഷ്ഠന്മാരുടെ ഭാവനയെ അവരുടെ മനസ്സാകുന്ന താമരപ്പൂക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി കണ്ട് ആര് മഹാദേവിയെ ഭജിക്കുന്നുവോ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എപ്രകാരമാണോ സൂര്യകിരണത്താൽ അതിൻ്റെ കാന്തിയാൽ താമരപ്പൂവ് വിടർന്ന് പരിലസിക്കുന്നത്, അതുപോലെ ജഗന്മോഹിനിയായ ആ അമ്മയുടെ വൈഭവത്താൽ കവികൾ അവരുടെ ഭാവന അത്യന്തം ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് മറ്റുള്ള സജ്ജനങ്ങൾക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യും വിധം പുതിയ കവിതകളും അവരുടെ സൃഷ്ടികളും നിർമ്മിക്കുന്നു. അല്ലയോ പരമേശ്വരി, കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരപ്പൂക്കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി, അരുണ എന്നു പേരുള്ളവളായി, ചുവപ്പ് നിറത്തോടു കൂടിയവളായി ഇരിക്കുന്ന നിൻ തിരുവടിയെ ഭജിക്കുന്ന സജ്ജനങ്ങൾക്ക് സരസ്വതീദേവിയുടെ അത്യന്തം താരുണ്യത്തോടു കൂടിയ ശൃംഗാരത്തിൻ്റെ പ്രഭാവം പോലെ ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് മറ്റു സജ്ജനങ്ങൾക്ക് മനോരഞ്ജനത്തെ, സന്തോഷത്തെ ചെയ്യുന്നതിന് കഴിയുന്നു. ഹൃദയകമലത്തിൽ ഭഗവതിയെ അരുണവർണ്ണമായി ധ്യാനിക്കുന്നവൻ പുരുഷരൂപത്തെ അവലംബിച്ച സാക്ഷാൽ സരസ്വതീദേവി തന്നെയോ എന്ന് തോന്നും വണ്ണം ശൃംഗാരരസപ്രധാനങ്ങളായ വാഗ്ധോരണികളാൽ മറ്റുള്ള ജനത്തെ സന്തോഷിപ്പിക്കുന്നു. കവീന്ദ്രാണാം ചേദഃ കമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കതിചിദരുണാമേവ ഭവതീം വിരിഞ്ചിപ്രേയസ്യാഃ തരുണതരശൃംഗാരലഹരീ ഗഭീരാഭിർവാഗ്ഭിഃ വിദധതി സതാം രഞ്ജനമമീ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.